ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെറി ബ്ലോസംസ് ആഫ്റ്റർ വിൻ്ററിൻ്റെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടേസങ് ആണെങ്കിൽ അമ്മയെ കണ്ടിട്ട് ബാറിലേക്ക് പോകുന്നത് വരെയാണ്. അപ്പോൾ ടേസങ് ഒരുപാട് കുടിക്കുന്നത് കണ്ടിട്ട് റെന്ന് ചോദിക്കുകയാണ്, ടേസങ് നീ എന്തിനാ ഇത്രയധികം കുടിക്കുന്നത്? ഇത്രയും കുടിക്കാനായിട്ട് ഇപ്പോൾ എന്ത് പ്രശ്നമാണ് ഉണ്ടായത്? എന്ത് കാര്യമായാലും നീ എന്നോട് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുന്ന ടേസങ് ആണെങ്കിൽ കുടിക്കുന്നത് നിർത്തിയിട്ട് അവനോട് പറയാണ്, എൻ്റെ ഹേബോമിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ അമ്മ അറിഞ്ഞു എന്ന്. ഇത് കേൾക്കുന്ന റെന്ന് ചോദിക്കുകയാണ്, ഈ കാര്യമൊക്കെ നീ ഹേബോമിനോട് പറഞ്ഞോ എന്ന്. അപ്പോൾ ടേസങ് പറയാണ്, ഞാൻ അവനോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്ന്. അപ്പോൾ റെന്ന് ചോദിക്കുകയാണ്, നീ എന്താ അവനോട് പറയാത്തത്? അതറിയാനുള്ള റൈറ്റ് അവനുണ്ടല്ലോ എന്ന്. അപ്പോൾ ടേസങ് പറയാണ്, ഞാനത് പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഒരുപക്ഷെ അമ്മ അവനോട് എന്നെ കാണുന്നത് നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തായാലും അമ്മ പറയുന്നത് പോലെ ചെയ്യും. കാരണം അമ്മ പറയുന്ന ഒരു കാര്യവും അവൻ കേൾക്കാതിരിക്കില്ല എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന റെന്ന് പറയുന്നു, ഇല്ല അങ്ങനെയൊന്നും അവൻ ചെയ്യില്ല, കാരണം അതിന് മറ്റുള്ള കാര്യങ്ങൾ പോലെ അല്ലല്ലോ, ഇത് നിൻ്റെ കാര്യമല്ല, നീ എന്തായാലും പറയുന്നു. അപ്പോൾ അവൻ പറയണേ, എടാ നീ പറയുന്നത് പോലെയൊന്നുമല്ല, 12 വർഷമായിട്ട് ഞാൻ അവനെ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ എന്നെ ആകെ ഒരേ ഒരു വർഷമായിട്ട് മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എങ്ങനെയൊക്കെ നോക്കിയാൽ എൻ്റെ ഫീലിങ്സിൻ്റെ അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല ഹേബോമിൻ്റെ ഫീലിങ്സ് എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് റെന്ന് ചോദിക്കുകയാണ്, ടേസങ് നീ ഹേബോമിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുമോ എന്ന്. അപ്പോൾ അവൻ പറയുന്നത്, ഞാൻ അവന് വേണ്ടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും, കാരണം എനിക്ക് എൻ്റെ ഹേബോമിനെ വേണമെന്ന്. പിന്നെ ഹേബോമിനെയാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം റെന്ന് കോൾ ചെയ്തിട്ട് പറയുകയാണ്, ഹേബോം ടേസങ് ഒരുപാട് കുടിച്ചിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ഹേബോം ആണെങ്കിൽ അവന് അഡ്രസ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം റെന്നാണെങ്കിൽ ഹേബോമിൻ്റെ അടുത്തേക്ക് ടേസങ്ങിനെ സേഫായിട്ട് കൊണ്ടെത്തിക്കുകയാണ്. എന്നിട്ട് റെന്നാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. റെന്ന് പോയതിന് ശേഷം ഹേബോം ആണെങ്കിൽ നല്ല പാടുപെട്ട് അവനെ കൊണ്ടുപോയി ബെഡിൽ കിടത്തുന്നുണ്ട്. എന്നിട്ട് ഹേബോം അവൻ്റെ അടുത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ ടേസങ് ആണെങ്കിൽ അവനോട് പറയുകയാണ്, ഹേബോം നീ എന്നെ ഹഗ് ചെയ്യാൻ. അങ്ങനെ ഹേബോം ആണെങ്കിൽ അവനെ ഹഗ് ചെയ്ത് കിടക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം ഹേബോം ആണെങ്കിൽ ടേസങ്ങിനോട് ചോദിക്കുന്നു, ടേസങ് നീ ഓക്കെ ആണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ ഓക്കെ ഒന്നും അല്ലെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, നിനക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കി തരട്ടെ എന്ന്. അപ്പോൾ ടേസങ് ചോദിക്കുന്നു, എന്ത് ഫുഡെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹേബോമിൻ്റെ ഫോണിലൊരു കോള് വരുന്നു. കോൾ ചെയ്തിരിക്കുന്നത് ആൻറ്റിയാണ്. ആൻറ്റിയുടെ ഫോൺ കോളാണെന്ന് മനസ്സിലാക്കിയ ടേസങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കോൾ കട്ട് ചെയ്യാണ്. ഇത് കണ്ടിട്ട് ഹേബോം ചോദിക്കുകയാണ്, നീ എന്തിനാ കോൾ അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്തേന്ന്. അപ്പോൾ അത് കേട്ടിട്ട് അവൻ പറയുന്നത്, അത് പിന്നെ എനിക്കും അമ്മയ്ക്കും ഇടയിൽ കുറച്ച് വാക്ക് തർക്കം ഉണ്ടായി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന്. ടേസങ് പറയുന്നത് കേട്ടിട്ട് ഹേബോം ചോദിക്കുകയാണ്, എന്തിനാ നീ അമ്മയോട് വഴക്കിട്ട് ചുമ്മാ അമ്മയെ വിഷമിപ്പിക്കുന്നത്? നീ പോയി അമ്മയോട് സോറി പറ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ പോലും സമ്മതിക്കില്ലെന്ന്. അവിടെ ആൻറ്റി ആണെങ്കിൽ ഹേബോം കോള് കട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഹേബോം എന്തോ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അവൻ അങ്ങനെ എൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതല്ലല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന്. നൈറ്റ് ടേസങ് ആണെങ്കിൽ ഹേബോമിനെ കാത്ത് ഉറങ്ങാതെ ഒരുപാട് നേരം അവനടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവന് ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഹേബോം മൈൻഡ് വോയിസിൽ പറയണേ, ടേസങ് ഇപ്പോൾ ഇങ്ങനെയാണ്, ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കാത്ത് അവിടെ നിൽക്കാറുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുന്ന സമയം വളരെയധികം ശ്രദ്ധയോടെയാണ് അവൻ എന്നെ നോക്കാറുള്ളത്, അവൻ ഒരുപാട് മാറിപ്പോയെന്ന്. പിന്നെ അവർ കിടക്കുന്ന സമയം ഹേബോമിനോട് ടേസങ് ചോദിക്കുന്നു, ഹേബോം ഞാൻ നിൻ്റെ കയ്യിൽ തല ചാച്ച് ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതിനെന്താ നീ ഉറങ്ങിക്കോ എന്ന്. അങ്ങനെ ടേസങ് ആണെങ്കിൽ ഹേബോമിൻ്റെ കയ്യിൽ തല ചാച്ച് ഉറങ്ങിയാണ്. അങ്ങനെ രണ്ടുപേരും ഹഗ് ചെയ്ത് കിടന്നുറങ്ങിയാണ്. പിറ്റേ ദിവസം ഹേബോം ആണെങ്കിൽ റെന്നിനെ കാണുന്ന സമയത്ത് അവനോട് ചോദിക്കുകയാണ്, റെൻ അന്ന് ടേസങ് ഒരു ദിവസം കുടിച്ചില്ലായിരുന്നു, അതിനുശേഷം അവൻ ഒരുമാതിരി വ്യത്യാസമായിട്ടാണ് പെരുമാറുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ എന്ന്. അപ്പോൾ റെന്ന് പറയുന്നു, എനിക്കതിനെ പറ്റിയൊന്നും ഒന്നും അറിയത്തില്ലെന്ന്. അപ്പോൾ അവൻ പറയണേ, ടേസങ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ്റെ അമ്മയുമായി എന്തോ വാക്ക് തർക്കമുണ്ടായെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് റെന്ന് പറയണേ, എന്തോ എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ലെന്ന്. പക്ഷേ റെന്നിന് കാര്യം അറിയാമെന്ന് റെന്നിൻ്റെ മുഖഭാവം കണ്ടിട്ട് തന്നെ ഹേബോമിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇനി പറയാതിരുന്നാൽ ശരിയാവൂലെന്ന് മനസ്സിലാക്കിയ റെന്നാണെങ്കിൽ അവനോട് പറയണേ, ടേസങ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്നോട് പറയരുത് എന്ന്. പക്ഷേ എന്നാലും ഞാൻ പറയാം, ഞാൻ ടേസങ്ങിൻ്റെ അമ്മ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ അറിഞ്ഞെന്ന്. പിന്നെ ഹേബോം ആണെങ്കിൽ ആൻറ്റിയെ കാണാനായിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ ടേസങ്ങിനോട് റെന്ന് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടുടനെ ടേസങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹേബോമിനെ കോൾ ചെയ്യണം. പക്ഷേ അവനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ടേസങ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. അവിടെ ആൻറ്റി ആണെങ്കിൽ ഹേബോമിനോട് ചോദിക്കുന്നുണ്ട്, ഹേബോം നീ ഇനി ടേസങ്ങിനെ കാണുമോ എന്ന്. ആൻറ്റി പറയുന്നത് കേട്ടിട്ട് ഹേബോം പറയാണ്, ആൻറ്റിയല്ലേ എന്നോടൊരു ദിവസം പറഞ്ഞത്, എന്താണോ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് അത് തന്നെ ഞാൻ ചെയ്യണമെന്ന്. എനിക്കാണെങ്കിൽ ടേസങ്ങിനെ ഒരുപാട് ഇഷ്ടമാണ്,
എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ഞാൻ ആദ്യം കരുതിയത് ടേസങ്ങിന് എന്നോട് പേരൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു സിമ്പതി ആയിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ടേസങ്ങിന് എന്നോട് അങ്ങനെയൊന്നും അല്ല, ലവ് തന്നെയാണെന്ന്. ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം തന്നെ അവിടെ ടേസങ് വന്ന് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹേബോം പറയേണ് ടേസങ്ങിന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഒരുപക്ഷെ ആദ്യം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സിമ്പതിയിലൂടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ടേസങ്ങിൻ്റെ ലവിനേക്കാൾ പ്രീഷ്യസ് ആയ ഒന്നും തന്നെ ഇല്ലെന്ന്. അപ്പോൾ ആൻറ്റി ആണെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സന്തോഷം തന്നെയാണ് വലുത്, പക്ഷേ സൊസൈറ്റി ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല, അതുപോലെ നിങ്ങളെ ഒരുമിക്കാൻ സമ്മതിക്കില്ലെന്ന്. ഇത്രയും കേട്ടിട്ട് ടേസങ് അവിടേക്ക് വന്നിട്ട് പറയേണ് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചായിരിക്കും, അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നില്ലേ ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ എന്തുമാത്രം സന്തോഷത്തിലാണെന്ന്. അതുകൊണ്ട് ചുമ്മാ അമ്മ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് കരുതരുത്, ഞങ്ങൾ എന്തായാലും ഇപ്പോഴും എപ്പോഴും ഒരുമിച്ചുണ്ടാകുമെന്ന് ടേസങ് പറയേണ്. അപ്പോൾ ഹേബോം പറയേണ് ആൻറ്റിയെ ഞങ്ങൾ ഫോഴ്സ് ചെയ്യുന്നതൊന്നും ഇല്ല, ആൻറ്റിക്ക് എപ്പോഴാണോ ഈ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ആൻറ്റി ആണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അന്നൊരു ദിവസം ഹേബോമിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പറയേണ് ഇനി നിങ്ങൾക്ക് അതാണ് സന്തോഷമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോ. എന്തായാലും ഹേബോമിൻ്റെ അമ്മയ്ക്കും എനിക്കും അത് സന്തോഷമായ ഒരു കാര്യം തന്നെയാണ്, രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നു. ഹേബോമിനും ടേസങ്ങിനും ആണെങ്കിൽ അത് കേട്ടിട്ട് വളരെ സന്തോഷമാകുന്നുണ്ട്. ആ സന്തോഷത്തിനിടയിൽ അവർക്കാണെങ്കിൽ സന്തോഷം കാരണം കണ്ണുനീര് വരെ വരുന്നുണ്ട്. ആ സീനോടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ഒരു കേക്കാണ് കാണിക്കുന്നത്. ആ കേക്ക് ടേസങ് ഹേബോമിന് വേണ്ടി തയ്യാറാക്കിയതായിരുന്നു. അങ്ങനെ ഹേബോം അത് കണ്ടിട്ട് പറയേണ് നല്ല ക്യൂട്ടായിട്ടുള്ള കേക്കെന്ന്. അപ്പോൾ ടേസങ് പറയേണ് ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാനൊരു പേസ്ട്രി ഷെഫ് ആകുമെന്ന്. ഇത് കേട്ടിട്ട് ഹേബോം ചോദിക്കുന്നു അതിന് ടേസങ് നിനക്ക് കേക്കൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെ നീ എനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതൊന്നും വേണ്ടെന്ന്. അപ്പോൾ ടേസങ് പറയുന്നു അങ്ങനെയൊന്നും അല്ല, ശരിക്കും എനിക്ക് കേക്ക് തയ്യാറാക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കേക്ക് ബേക്ക് ചെയ്യുന്നതൊക്കെ നല്ല ഫണ്ണായിട്ടുണ്ടെന്ന്. അങ്ങനെ ടേസങ് പറയുന്നത് കേട്ടിട്ട് ഹേബോം പറയുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ എനിക്ക് എന്തായാലും നല്ല സന്തോഷമുണ്ട് നീ ഈ ഒരു കാര്യം തീരുമാനിച്ചതിനെന്ന്. അടുത്ത സീനിൽ ഹേബോമും റീനുവും കൂടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് റോസ് വരെയാണ്. അങ്ങനെ റോസ് ആണെങ്കിൽ ഹേബോമിനോട് ഹായ് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ റീനുവിനാണെങ്കിൽ ഇവളെ മനസ്സിലാകുന്നില്ല. അങ്ങനെ റെന്നിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെന്ന് പറയേണ് ഇവളെ പേര് റോസ് എന്നാണ്, ഞങ്ങളുടെ ഹൈസ്കൂൾ ഫ്രണ്ടാണെന്ന്. എന്നിട്ട് തിരിച്ച് റോസിനെ റീനുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫ്രണ്ടാണെന്ന്. അതൊക്കെ കേട്ടിട്ട് രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് റോസ് ചോദിക്കുകയാണ് പിന്നെ നിങ്ങളിപ്പോൾ ഫ്രീ ആണോ എന്ന്. അപ്പോൾ റെന്നു പറയുന്നു എനിക്ക് റീനുവിനും ഇപ്പോൾ ക്ലാസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഹേബോം ഇപ്പോൾ ഫ്രീ ആണെന്ന്. അത് കേട്ടിട്ട് റോസ് ആണെങ്കിൽ ഹേബോമിനോട് ചോദിക്കുന്നുണ്ട് ഹേബോം നീ ഇപ്പോൾ ഫ്രീ ആണോ, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയി ലഞ്ച് കഴിക്കാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു സോറി എനിക്കിപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിന് പോകണം, അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന്. എന്നിട്ട് ഹേബോം ആണെങ്കിൽ അവിടെ നിന്ന് പോവേണ്. അവൻ പോയി കഴിഞ്ഞ ഉടനെ റോസ് റെന്നു ആണെങ്കിൽ പതിവ് പോലെ വഴക്കിടുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന റീനു ആണെങ്കിൽ അവരെ കണ്ട് ചിരിച്ചിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇവർ വഴക്കിടുന്നത് കാണാനെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഹേബോം ആണെങ്കിൽ ആൻറ്റിയോടൊപ്പം ഡിന്നർ കഴിക്കുന്നതിനായിട്ടാണ് അവിടെ നിന്നും പോയത്. ആൻറ്റിയെ ഹേബോം ഇപ്പോഴും ആൻറ്റിയെന്ന് എന്നെ വിളിക്കുന്നത് കേട്ടിട്ട് ആൻറ്റി പറയേണ് ഹേബോം നീ ഇനി എന്നെ ആൻറ്റിയെന്ന് വിളിക്കണ്ട, നീ എന്നെ അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്ന്. അതിനുശേഷം അമ്മ പറയേണ് എപ്പോഴും ബിസിയാണെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാതെയൊന്നും ഇരിക്കരുത്, വല്ലപ്പോഴും ഇങ്ങോട്ടുമൊക്കെ വരണമെന്ന്. അത് കേട്ടിട്ട് ടേസങ് പറയുന്നു ഓക്കെ എന്ന്. ടേസങ് പറഞ്ഞതിന് ശേഷം അമ്മയാണെങ്കിൽ ടേസങ്ങിനെ ഹഗ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഹേബോമിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന ടേസങ്ങിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. അവിടെ റെന്നാണെങ്കിൽ റോസിനോട് സംസാരിക്കുന്ന സമയം പതിവില്ലാതെ റോസിനോട് പറയുകയാണ് റോസ് നിന്നെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. റെന്ന് പറഞ്ഞത് കേട്ടിട്ട് റോസ് ചോദിക്കുകയാണ് അല്ല നിനക്ക് ഇപ്പോഴേ മനസ്സിലായോളൂ എന്നെ കാണാൻ നല്ല ഭംഗിയാണെന്ന്. അതിനുശേഷം അവൾ ചോദിക്കുന്നുണ്ട് അല്ല റെൻ നിനക്ക് എന്നോടൊരു ഫ്രണ്ടിനപ്പുറം എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന്. അപ്പം റെന്ന് പറയുന്നുണ്ട് അതേ എന്ന്. അവനാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞും പോയി. ഇനി റോസ് തിരിച്ച് എന്താണ് പറയാൻ പോകുന്നതെന്ന് അവന് അറിയത്തില്ല. അങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഹേബോമും ടേസങ്ങും വരെയാണ്. അങ്ങനെ ടേസങ്ങിനെ കണ്ടുടനെ അവനാണെങ്കിൽ ടേസങ്ങിന് ഹായ് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ വന്നിരുന്നതിന് ശേഷം ഹേബോം ആണെങ്കിൽ റോസിനോട് പറയുകയാണ് സോറി റോസ് ഞങ്ങളിപ്പോൾ ഡേറ്റിങ്ങിലാണെന്ന് നിന്നോട് പറയാതിരുന്നതിനെന്ന്. ഹേബോം പറഞ്ഞത് കേട്ടിട്ട് റോസ് പറയാണ് അതിന് എനിക്ക് നേരത്തെ തന്നെ ഇതൊക്കെ അറിയാമായിരുന്നു എന്ന്. അപ്പോൾ ഹേബോം ചോദിക്കുകയാണ് അതെങ്ങനെയെന്ന്. ഇത് കേൾക്കുന്ന റെന്ന് ചോദിക്കുന്നു ഹേബോം നീ കരുതുന്നത് ഞങ്ങൾ മണ്ടന്മാരാണെന്നാണോ, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണെന്ന്. അപ്പോൾ റോസും പറയുന്നുണ്ട് അതെ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ കണ്ണുകളിലൂടെ തന്നെ കാണാൻ കഴിയും, പിന്നെ ഞാൻ ഈ കാര്യം നീ എന്നോട് വന്ന്
ഒന്ന് പറയട്ടെ എന്ന് കരുതിയിട്ടാണ് ഒന്നും മിണ്ടാതിരുന്നതെന്ന്. എന്നിട്ട് റെന്ന് പറയണേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും മാരേജ് എപ്പോഴായിരിക്കുമെന്ന്. ഇത് കേട്ടിട്ട് ടേസങ് പറയുന്നു മാരേജോ, അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഗ്രാജുവേറ്റായി ഒരു ജോലിയൊക്കെ കിട്ടി എനിക്ക് എപ്പോഴാണോ ഞാൻ ലൈഫിൽ കുറച്ചുകൂടെ ഗ്രോ ചെയ്തു എന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഞാൻ ഹേബോമിനെ പ്രപ്പോസ് ചെയ്യുമെന്ന്. ടേസങ്ങിൻ്റെ സംസാരം കേട്ടിട്ട് റെന്നും റോസും നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് പിന്നെ കുറച്ച് നാൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. ടേസങ്ങും ഹേബോമും കൂടി ഒരു കഫേലിരിക്കുകയാണ്. അങ്ങനെ ടേസങ്ങിനോട് ഹേബോം പറയുകയാണ്, ടേസങ് നീ ആദ്യമായി എന്നോട് നിൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാനത് നീ വെറുതെ പറഞ്ഞതാണെന്നൊന്നും കരുതിയില്ല, മറിച്ച് എനിക്ക് നിന്നെ ഞാൻ തിരിച്ച് സ്നേഹിക്കുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും വിഷമം വരുമോ എന്നായിരുന്നു എൻ്റെ ടെൻഷൻ. പിന്നെ ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ലവ് എന്ന് പറയുന്നത് പലതരത്തിലാണ്, അത് ഏത് തരത്തിലും നമ്മുടെ ഉള്ളിൽ വരുമെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഹേബോം ആണെങ്കിൽ ഒരു റിംഗ് ബോക്സ് തുറക്കുന്നുണ്ട്. എന്നിട്ട് ടേസങ്ങിനോട് പറയണേ ടേസങ് നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന്. ഹേബോം ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് കണ്ടിട്ട് ടേസങ് ആണെങ്കിൽ ഷോക്ക് ആകുന്നുണ്ട്. കാരണം ടേസങ് പറഞ്ഞിരുന്നത് ഇങ്ങനെയല്ലേ, ഞാൻ ഹേബോമിനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്നല്ലേ, അപ്പം പെട്ടെന്ന് ഇവൻ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതിൻ്റെ ഷോക്കാണ് അവന്. അതിനുശേഷം രണ്ടുപേരും നല്ല സന്തോഷത്തോടെ റിങ് എക്സ്ചേഞ്ച് ചെയ്യണ്. അതുപോലെ ഐ ലവ് യു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്. ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള സീൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഡ്രാമ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് ഈ ഡ്രാമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടേ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ ഡ്രാമയായിട്ട് ഇനി മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ.